ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാഴ്ചത്തെ പോലീസ് കസ്റ്റഡിയിൽ പോകുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ പ്രതികരണം കേസിന്റെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചനകൾ കൂടുതൽ ബലപ്പെടുത്തുന്നു. തന്നെ ഈ കേസിൽ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയവയാണ് പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേസിലെ മറ്റു പ്രതികളുടെ പങ്കാളിത്തം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ നിന്ന് പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും പിന്നിൽ മറ്റ് പ്രതികളുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് എന്ന നേരത്തെയുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഈ പുതിയ പ്രതികരണം. അതേസമയം പോറ്റി തന്റെ മുൻ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വർണം പൂശാനായി തന്നെ ഏൽപ്പിച്ചത് ചെമ്പ് തകിടുകളാണെന്ന വാദമാണ് പോറ്റി ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. സ്വർണം ചെമ്പായി മാറിയതിൽ തനിക്ക് പങ്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ SIT കോടതിയിൽ സമർപ്പിച്ച അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതിന് വിരുദ്ധമാണ്. ദ്വാരപാലക പാളികളിൽ നിന്നും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളിൽ നിന്നും പോറ്റി ഏകദേശം 2 കിലോയോളം സ്വർണം അപഹരിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ നേരത്തെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു.